കരിനീലക്കായല് കരമുണ്ടും ചുറ്റിട്ടും കാർമേഘക്കെപ്പിൽ തൊട്ട് മഷിക്കണ്ണിലെഴുതിട്ടും നീരാടിക്കാറ്റും കൊണ്ട് നിന്നീടും. ഹായ് ഫ്രണ്ട്സ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. വീഡിയോ ഇടാൻ നല്ല ലാഗ് ഉണ്ടായിരുന്നു. കാരണം എന്ന് വെച്ചാൽ കുറേ ബിസിയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് ഞാൻ വീഡിയോയും കാര്യങ്ങളൊന്നും ഇടായിരുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ, നിങ്ങൾ പ്രിവ്യൂ കണ്ട പോലെ തന്നെ ഒരു അപ്പ് ആൻഡ് ഡൗൺ ട്രാൻസിഷൻ നമുക്ക് എങ്ങനെ ലൈറ്റ് മോഷനിലേക്ക് ക്രിയേറ്റ് ചെയ്യാന്നുള്ളൊരു വീഡിയോയാണ്, ഒരു ലൈക്ക് ആഫ്റ്റർ എഫക്ട്സ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, പിന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ നമ്മൾ ലൈറ്റ് മോഷൻ ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ട് മുകളിലത്തെ 3 ഡോട്ടിൽ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ ലോ ക്വാളിറ്റി പ്രിവ്യൂ നിങ്ങളുടെ ഓഫ് ആണെങ്കിൽ ഒന്ന് ഓൺ ആക്കി ഇടുക. ഇവിടെ താഴെ കാണുന്ന ഓഡിയോ റീസാമ്പിളിങ്ങിൽ ഹൈ ആയിരിക്കും, മിക്കവാറും ഹൈ ആയിരിക്കും, അത് ലോ ആക്കി ഇടുക. ലോ ആക്കി ഇട്ട് കഴിഞ്ഞിട്ട് പ്ലസ് ഐക്കണൊന്ന് ക്ലിക്ക് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട റേഷ്യോ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ 4:5 ആണ് സെലക്ട് ചെയ്ത് കൊടുക്കുന്നത്. റെസൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എൻ്റെ 720p ആണ്. ഫ്രെയിം റേറ്റ് എന്ന് പറഞ്ഞാൽ 16 FPS ആണ്. ഞാൻ ബാക്ക്ഗ്രൗണ്ട് ബ്ലാക്ക് ആണ് കൊടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ക്രിയേറ്റ് പ്രൊജക്റ്റ് കൊടുക്കുക. ക്രിയേറ്റ് പ്രൊജക്റ്റ് കൊടുത്തു കഴിഞ്ഞിട്ട് പ്ലസ് ഐക്കണിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ഇമേജ് ആൻഡ് വീഡിയോ പോവുക, വ്യൂ ഓൾ കൊടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വീഡിയോയോ ഫോട്ടോസോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ സെലക്ട് ചെയ്യാൻ പോകുന്നത് പറഞ്ഞാൽ 2 ഫോട്ടോസാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്കിപ്പോൾ വീഡിയോയിൽ ഞാൻ വീഡിയോ ആയിട്ട് കാണിക്കുമ്പോൾ ചെറിയ ലാഗും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ലാഗും കാര്യങ്ങളും റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയാണ് നിങ്ങൾക്ക് ഞാൻ ഫോട്ടോയിൽ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഇപ്പോൾ ഫോട്ടോ എന്ന് പറഞ്ഞാൽ നിങ്ങളത് വീഡിയോ എന്ന് വിചാരിച്ച് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ 2 ഫോട്ടോസ് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ ബീറ്റിനനുസരിച്ചുള്ള ഫോട്ടോസ് ആഡ് ചെയ്തിട്ടോ. ഞാൻ അടുത്ത വീഡിയോയിൽ എങ്ങനെ ബീറ്റ് മാർക്ക് ചെയ്യാന്നുള്ളൊരു വീഡിയോ ആയിട്ട് വരാം. ഓക്കെ, അപ്പോൾ ഞാൻ 2 ഫോട്ടോസ് ഇവിടെ സെലക്ട് ചെയ്തിട്ടുണ്ട്. സെലക്ട് ചെയ്തിട്ട് ആ ഫോട്ടോയിൽ ഞാൻ ക്ലിക്ക് ചെയ്തു. അത് കഴിഞ്ഞിട്ട് മേളിലത്തെ 3 ഡോട്ടിലൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഫിൽ സ്ക്രീൻ ആയി കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് മൂവ് ആൻഡ് ട്രാൻസ്ഫോമിൽ പോയിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഇപ്പോൾ ചില ടൈമിലൊക്കെ തലയൊക്കെ മേളിലായിട്ട് വരും. അപ്പോൾ അതൊക്കെ കറക്റ്റ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾ ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്ത് ഫേസ് കാണുന്ന രീതിയിലാക്കി കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് അടുത്ത ഫോട്ടോ ചെല്ലുക. അടുത്ത ഫോട്ടോ ചെന്നിട്ട് മേളിലത്തെ 3 ഡോട്ടിലൊന്ന് ക്ലിക്ക് ചെയ്ത് ഫിൽ സ്ക്രീൻ ആയി കൊടുക്കുക. അതും മൂവ് ആൻഡ് ട്രാൻസ്ഫോമിൽ പോയി അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. അടുത്ത നമുക്ക് ഒരു എഫക്റ്റ് ഇതിൽ ആഡ് ചെയ്യണം. ഒരു എഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിൽ ആഡ് ചെയ്യാൻ ടൈൽസാണ് ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങളെ ഇമേജിലൊന്ന് സെലക്ട് ചെയ്യുക, എഫക്ട്സിൽ പോവുക, ആഡ് എഫക്ട്സിൽ പോവുക. ഇവിടെ ഡിസ്റ്റോർഷൻ ഓർ റാപ്പ്, ഇവിടെ വാർപ്പ്, ഇവിടെ നിന്ന് 4ാമത് കാണുന്ന ഒരു ഓപ്ഷനാണ്. അതിലൊന്ന് ക്ലിക്ക് ചെയ്യാം. അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ടൈൽസ് ആഡ് ചെയ്ത് കൊടുക്കാം. ടൈൽസ് ആഡ് ചെയ്തിട്ട് സ്റ്റാൻഡേർഡ് സെറ്റിങ്സ് കൊടുക്കുക. അതുകൊണ്ട് ടൈൽസ് ഒന്ന് സെലക്ട് ചെയ്യുക. എഫക്റ്റിൽ പോയിട്ട് ടൈൽസ് ഒന്ന് സെലക്ട് ചെയ്യുക. ഈ ക്രോപ്പ് ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് 1.0 അത് ഞാൻ ഇപ്പോൾ കൊടുത്താൽ അത്രയും കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഈ താഴെ കാണുന്ന മിറർ ഒന്ന് ഓൺ ആക്കിയിടുക. ഓക്കെ, അത് കഴിഞ്ഞിട്ട് എഫക്ട്സിൽ പോവുക. താഴത്തെ 3 ഡോട്ടിലൊന്ന് ക്ലിക്ക് ചെയ്ത് കോപ്പി എഫക്ട്സ് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് അടുത്ത ഫോട്ടോയിലേക്ക് ചെല്ലുക. അത് കഴിഞ്ഞിട്ട് അത് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തിട്ട് എഫക്ട്സിൽ പോവുക. താഴത്തെ 3 ഡോട്ട് ക്ലിക്ക് ചെയ്ത് പേസ്റ്റ് എഫക്റ്റ് കൊടുക്കുക. അപ്പോൾ ഇപ്പം ടൈൽസ് ആഡ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്കുള്ള ട്രാൻസിഷനിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ നമ്മളിതിൽ ഈ ഇമേജിലൊന്ന് സെലക്ട് ചെയ്യാം. മൂവ് ആൻഡ് ട്രാൻസ്ഫോമിൽ പോവാം. അത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് ഒരു മൂവ് ആൻഡ് ട്രാൻസ്ഫോമിൽ പോയിട്ട് സൂം ഇൻ സൂം ഔട്ടിൻ്റെ അതൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, സൂം ഇൻ സൂം ഔട്ടിൻ്റെ അതൊന്ന് സെലക്ട് ചെയ്തിട്ട് ഒരു കീ ഫ്രെയിം ഫസ്റ്റ് കീ ഫ്രെയിം ആഡ് ചെയ്യുക. എന്നിട്ട് ലാസ്റ്റ് ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഈ ഫസ്റ്റ് കീ ഫ്രെയിമിൽ നിങ്ങൾ വന്നു കഴിഞ്ഞിട്ട് അവിടെ സൂം ചെയ്ത് കൊടുക്കുക. അങ്ങനെ സൂം ചെയ്ത് കൊടുത്തിട്ട് ഈ 2 കീ ഫ്രെയിം സെൻറ്ററിൽ വന്നിട്ട് ഒരു കർവ് ആഡ് ചെയ്ത് കൊടുക്കുക. ഇതുപോലത്തെ ഒരു കർവ് ആഡ് ചെയ്ത് ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, കർവ് ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ മൂവ് ആൻഡ് ട്രാൻസ്ഫോം ഒന്ന് സെലക്ട് ചെയ്യുക. മൂവ് ആൻഡ് ട്രാൻസ്ഫോം ഒന്ന് സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ ഒരു കീ ഫ്രെയിം ഫസ്റ്റ് ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഒരു സെക്കൻഡ് ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യുക. എന്നിട്ട് ഈ ഫസ്റ്റ് കീ ഫ്രെയിം ഫസ്റ്റിലേക്ക് തന്നെ ഡ്രാഗ് ചെയ്ത് കൊണ്ടുപോയിക്കുക. സെക്കൻഡ് കീ ഫ്രെയിം ജസ്റ്റ് ഇത് ഇങ്ങനെ പൊക്കി കൊടുക്കുക. ഇങ്ങനെ പൊക്കി കൊടുത്തിട്ട് ഓക്കെ ഇങ്ങനെ ആക്കി കൊടുക്കുക. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ആ കീ ഫ്രെയിം കൊണ്ടുപോയി കൊണ്ടുപോയി വയ്ക്കുക. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ 2 സെൻറ്ററിൽ വന്നിട്ട് ഒരു കർവ് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഈ കർവ് ഇങ്ങനെ സെറ്റാക്കി കൊടുക്കുക. നിങ്ങൾ വീഡിയോ കറക്റ്റ് കാണാം, ഫുള്ളായിട്ട് കാണാം, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. കർവ് ഇങ്ങനെ സെറ്റാക്കി കൊടുക്കുക. ഓക്കെ,
അത് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത ഇമേജിലേക്ക് വരാം. അടുത്ത ഇമേജിൽ വന്ന് മൂവ് ആൻഡ് ട്രാൻസ്ഫോമിൽ പോവാം. ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യുക. സൂം ഇൻ സൂം ഔട്ടിൽ പോവുക. ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യുക. സെക്കൻഡറി കീ ഫ്രെയിം ആഡ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഈ ഫസ്റ്റ് കീ ഫ്രെയിം ഫസ്റ്റ് തന്നെ കൊണ്ടുപോയി വയ്ക്കുക. അതിൻ്റെ സെക്കൻഡ് കീ ഫ്രെയിമിൽ വന്നിട്ട് സൂം ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ സൂം ചെയ്ത് കൊടുക്കുക. സൂം ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ട് ഇതിൻ്റെ കർവ് ഇതുപോലെ സെറ്റായി കൊടുക്കുക. ഇതുപോലെ സെറ്റായി കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് മൂവ് ആൻഡ് ട്രാൻസ്ഫോം ഒന്നുകൂടി സെലക്ട് ചെയ്യുക. ഫസ്റ്റ് ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യുക. സെക്കൻഡ് ഒരു കീ ഫ്രെയിം ആഡ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ ഫസ്റ്റ് കീ ഫ്രെയിമിൽ വന്നിട്ട് നമ്മൾ ഫസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മൂവ് ആൻഡ് ട്രാൻസ്ഫോമിൽ മൂവ് ആൻഡ് ട്രാൻസ്ഫോമിൽ കീ ഫ്രെയിം എന്ന് പറഞ്ഞാൽ ഫസ്റ്റത്തെ ഇമേജിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ താഴത്തേക്കാണ് വെപ്പിച്ച് കൊടുത്തത്. ഇത് നേരെ ഓപ്പോസിറ്റ് മേളിൽ ഇങ്ങനെ താഴത്തേക്ക് ആക്കി കൊടുക്കുക. ഓക്കെ, ആദ്യം ചെയ്തതിൻ്റെ ഓപ്പോസിറ്റ് ഇവിടെ ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ആക്കി കൊടുക്കുക. അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടുകൊണ്ട് ചെയ്താലാണ് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഇങ്ങനെ ആക്കി കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഈ കീ ഫ്രെയിം രണ്ടും ഫസ്റ്റിലും കൊണ്ടുവയ്ക്കുക. സെക്കൻഡാമത്തെ എൻഡിലും കൊണ്ടുവയ്ക്കുക. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ രണ്ട് സെൻറ്ററിൽ വന്നു കഴിഞ്ഞിട്ട് കർവ് ഇതുപോലെ സെറ്റായി കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇപ്പോൾ കണ്ടില്ലേ? ഇപ്പോൾ ഇവിടുന്ന് ഇത് ഇങ്ങനെ വരണനുസരിച്ച് തന്നെ ഇവിടുന്ന് സെക്കൻഡ് ഇമേജ് ഇങ്ങനെ പൊങ്ങി വരും. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ഒരു ബ്ലറായിട്ട് ഇത് കിട്ടാൻ വേണ്ടി ഒരു ചെറിയൊരു ബ്ലർ കിട്ടാൻ വേണ്ടി ആ ഇമേജ് ഒന്ന് സെലക്ട് ചെയ്യുക. എഫക്ട്സിൽ പോവുക. ആഡ് എഫക്ട്സിൽ പോവുക. ബ്ലറിൽ പോയി കഴിഞ്ഞിട്ട് മോഷൻ ബ്ലർ ആഡ് ചെയ്ത് കൊടുത്ത് സ്റ്റാൻഡിങ് സെറ്റിങ്സ് കൊടുക്കുക. അപ്പോൾ മോഷൻ ബ്ലറിൽ നമുക്കിപ്പോൾ ഒന്നും ചെയ്യാനില്ല. മോഷൻ ബ്ലർ ചുമ്മാ ആഡ് ചെയ്ത് കൊടുത്താൽ അതിൽ എഡിറ്റ് ചെയ്യാനും കാര്യങ്ങളൊന്നുമില്ല. അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് ഇമേജിലേക്കും പോവാം. സെക്കൻഡ് ഇമേജിലും പോയിട്ട് സെലക്ട് ചെയ്യുക. എഫക്ട്സിൽ പോവുക. ആഡ് എഫക്ട്സിൽ പോവുക. ബ്ലറിൽ പോയിട്ട് മോഷൻ ബ്ലർ ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ഒരു ബ്ലർ കാണാൻ കഴിയുന്നുണ്ട്. ആദ്യം ബ്ലർ ഉണ്ടാകത്തില്ല, ഇപ്പോൾ ഒരു ബ്ലർ കാണുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഈ സാധനം എക്സ്പോർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ ക്വാളിറ്റി നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലായി കൊടുക്കാം. പക്ഷേ FPS കറക്റ്റ് 60 FPS തന്നെ എഴുതി കൊടുക്കുക. അപ്പോഴാണ് ഞാൻ പ്രിവ്യൂവിൽ കാണിച്ച പോലത്തെ ഒരു സ്മൂത്ത്നെസ് നിങ്ങൾക്ക് ഇതിൽ കിട്ടുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടൊന്ന് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്നുള്ളത് അമർത്തി വയ്ക്കുക. അപ്പോൾ ഞാൻ പുതിയ വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫോണിലേക്ക് അത് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.